എമ്പുരാൻ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. 48 മണിക്കൂറിൽ 100 കോടി കളക്ഷൻ ഉണ്ടാക്കുന്നു. ഒരുപാട് കളക്ഷൻ റെക്കോർഡ്സുകൾ ഭേദിക്കുന്നു. ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നു. ഒരുപാട് പ്രശംസകൾ കേൾക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് വന്ന നെഗറ്റീവും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ചെറുതായിട്ട് എൻ്റെ അറിവിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് ലെങ്ത് എത്ര ഉണ്ടാവും എന്നെനിക്കൊരു ഐഡിയ ഇല്ല. പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിച്ച് നോക്കുക. അപ്പം എമ്പുരാൻ്റെ വിശേഷങ്ങൾ. ഇത് സ്പോയിലർ വീഡിയോ ആണ്, അത് ആദ്യം തന്നെ പറയുകയാണ്. എമ്പുരാൻ തിയേറ്ററിലൂടെ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം ഇത് മുമ്പോട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ലൂസിഫർ പോലെ അല്ല, ലൂസിഫറിൻ്റെ അത്രയും പോരാ, അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ ഒരു കഥയുടെ ഒരു സ്റ്റൈലല്ല, ഇവിടെ ഖുറേഷി എബ്രഹാം കുറേ കൈവിട്ടു പോയി, അല്ലെങ്കിൽ ജിതിൻ രാംദാസ് ഒരു രസമില്ലായിരുന്നു, പൃഥ്വിരാജ് കൊള്ളില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കുറേ കമൻസുകൾ കണ്ടു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ ഫസ്റ്റ് ഡേ ഫാൻ ഷോ 6 മണിക്കുള്ള ഫാൻ ഷോ ആണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഉള്ള 8 മണിക്കത്തെ സെക്കൻഡ് ഷോയും ഞാൻ ബുക്ക് ചെയ്ത് കാണുകയുണ്ടായി. 2 തവണ ഞാൻ എമ്പുരാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്ത സമയത്ത് ഇതൊരു കൊള്ളാം, അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മകളുണ്ടല്ലോ എന്നെനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ സെക്കൻഡ് ടൈം വാച്ച് ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഡീറ്റെയിലിങ്ങിൽ ഇത്രത്തോളം ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒരുപാട് ഹിഡൻ സാധനങ്ങൾ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നും ലൂസിഫറുമായിട്ട് ഇത്രയേറെ കണക്ഷൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു സീക്വലാണ്, എന്നാൽ കൂടി പലയിടത്തും ലൂസിഫറിലെ മെൻഷൻ ചെയ്തു പോയ കാര്യങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ അവർ കൊണ്ടുവരികയും ചെയ്തത് ഒരു സൂപ്പറായിട്ട് എനിക്ക് തോന്നി. മിക്കവരും എനിക്ക് തോന്നുന്നു അതൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഒരു ഗംഭീര ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിംഗ് സൈഡാണ്. മുരളി ഗോപിയുടെ ഇത്ര മികച്ച രീതിയിലുള്ള ഒരു എഴുത്ത് മുരളി ഗോപിക്ക് എഴുതാൻ സാധിക്കും. ഞാൻ എൻ്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു, പൊളിറ്റിക്സ് ഇത്രയും പവർഫുള്ളായിട്ട് എഴുതാൻ ഇപ്പം കറൻ്റിലി മുരളി ഗോപിക്കേ സാധിക്കത്തുള്ളൂ. നമ്മൾ സന്ദേശം പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചതായിരുന്നു. എന്നാൽ ആ ഒരു സാധനം കൊണ്ടുവരാൻ ഇപ്പം കഴിവുള്ള ഒരാൾ മുരളി ഗോപി എന്ന് പറയുന്നൊരു റൈറ്ററാണ്. അപ്പം മുരളി ഗോപി ഈ സിനിമയ്ക്ക് വേണ്ടി കാണിച്ച ഒരു ധൈര്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ഭയങ്കര വലിയ ധൈര്യം തന്നെ കാണിച്ചത്. ഇപ്പം കറൻ്റ്ലി കേരളത്തിൽ സംഭവിക്കുന്ന, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ തന്നെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് വളരെയധികം കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനത് ഓരോന്ന് എണ്ണി പറഞ്ഞുതരാം. ഒന്നാമതൊരു എനിക്കൊരു രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയദർശിനി രാംദാസ് മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം ചുമ്മാ ഒരു പേരിട്ടതായിട്ട് എനിക്ക് അന്ന് ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. വെറുതെ ഒരു പേരിട്ടതല്ല. ഇതിൻ്റെ പിന്നിൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സബ്ജക്റ്റായിട്ട് ഇവിടെ പോകുന്നുണ്ട്. അപ്പം ഇന്ദിരാഗാന്ധിനെ ജവഹർലാൽ നെഹ്റു വിളിച്ചുകൊണ്ടിരുന്നൊരു പേരാണ് പ്രിയദർശിനി എന്നുള്ളത്. അപ്പോൾ ആ പേര് തന്നെ ഈ സിനിമയിൽ മഞ്ജു വാര്യർക്ക് കൊടുക്കാനുണ്ടായൊരു കാര്യവും, അപ്പോൾ ഇന്ദിരാഗാന്ധിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങിലും ഇതിൻ്റെ അകത്ത് അവർ പ്രസൻറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയധികം നല്ല റെഫറൻസുകളായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിനെ വെച്ചത്. അതുപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കളിയാക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ജിതിൻ രാംദാസ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന കാര്യം തന്നെയാണത്. ഒന്ന് പത്മജ വേണുഗോപാൽ, അതുപോലെ തന്നെ ആൻ്റണിയുടെ മകനായിട്ടുള്ള പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളിയും പാർട്ടി മാറി BJPയിലേക്ക് ചേക്കേറുകയുണ്ടായി. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു താങ്ങിച്ച കൂടി ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. മക്കളുടെ രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ കയ്യടിയും അവരുടെ അച്ഛനും ഒക്കെ നേടിയെടുത്ത ഒരു കാര്യം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് നല്ല രീതിയിൽ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ടൊവിനോ കാണിച്ച ആ ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീനെയും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയാണ് കളിയാക്കുന്നതെങ്കിൽ തിരുവാതിര പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. CPMൻ്റെ സമ്മേളനങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനെ കളിയാക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി പറയുന്ന, ഇപ്പോൾ ഇതിനുവേണ്ടി നിന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർ പകുതി പേരും പോയി,
അതൊരു പേപ്പറിൽ മാത്രം ബുക്ക് എഴുതി എന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ബുക്ക് എഴുതി. എന്നാൽ ബുക്ക് എഴുതിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രാബല്യത്തിൽ വരുത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതും അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു സീനും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് എല്ലാ പാർട്ടീനെയും വളരെയധികം നല്ല രീതിയിൽ വിമർശിച്ച് ഒരു വഴിക്കാക്കി ഈ സിനിമ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് വിമർശിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ അതിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ഉള്ളത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, ഈ വീഡിയോയിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാനത് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ തരം പാർട്ടിക്കാർക്കിട്ടും ഓരോ കൊട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളും പോയിരിക്കുന്നത്. അത് വളരെ മികച്ച രീതിയിൽ മുരളി ഗോപി എക്സിക്യൂട്ട് ചെയ്യുകയും അത് മികച്ച രീതിയിൽ വിഷ്വലൈസ് ചെയ്യുകയും പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിന് സൂപ്പർ ഒരു കയ്യടി കൊടുക്കണം. കാരണം ഇത്ര നല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഉടനെ ഇറങ്ങുമോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ഇതിന് കയ്യടി കൊടുക്കുന്നത് തന്നെയാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞ ടൈറ്റിലാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ തേർഡ് പാർട്ടിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും പേരിൽ തന്നെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എമ്പുരാൻ എന്ന് പറയുന്നത് ദൈവത്തിന് താഴെ രാജാവിന് മുകളിൽ, അതാണ് ആ സ്ഥാനം. എന്ന് വെച്ചാൽ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട് ചെയ്യുന്നു. ലൂസിഫർ എന്ന് പറയുന്ന ഈ ഫ്രാഞ്ചൈസിയിലെ ദൈവമായിട്ട് കാണുന്നത് PKR ആണ്. അപ്പോൾ PKR രാംദാസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ലൂസിഫർ, അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി എബ്രഹാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അത് ഈ സിനിമയിൽ തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആ സിനിമയിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയത്തില്ല. നല്ല വെട്ടിപ്പായിട്ട് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ലൂസിഫർ ഫ്രാഞ്ചൈസിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഇത് തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലും. അപ്പം നമ്മുടെ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത് ചെറിയ തിന്മയായിട്ടാണ് കാണേണ്ടത്. കാരണം കബൂക്ക പോലുള്ള ഗ്യാങ് ലീഡേഴ്സ് എല്ലാം വലിയ തിന്മകളാണ്, ഡ്രഗ്സ് പോലുള്ള തിന്മകളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് ഗോൾഡ്, സ്റ്റീല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കുറേ സ്മഗ്ലിങ്ങും പരിപാടിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവരൊരു സേവിയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സേവിയർ മീൻസ് നാട്ടിലെല്ലാം നല്ലത് നടക്കണം, എന്നാൽ എല്ലാം നല്ല കൺട്രോളിൽ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടു നടക്കണം എന്നാണ് ഈ ഖുറേഷി എബ്രഹാം ടീമിൻ്റെ ഒരു അവർ ആ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്നൊരു പേര് പലയിടത്തും ഭയങ്കര ഒരു റെലവൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ M16 എന്ന് പറയുന്ന ലണ്ടനിലെ ആ ഒരു സ്പൈ വർക്കേഴ്സിനുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർപോൾ ഓഫീസർ ഡബിൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ അയാളെ കൊന്നതുകൊണ്ട് തന്നെ ഒരു എമ്പുരാൻ എന്ന് തന്നെ വിളിക്കാൻ സാധിക്കും. കാരണം പുള്ളി ഒരു സേവിയറായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ പുള്ളി ഇടപെടുന്നു. അത് പുള്ളി പറയുന്ന രീതിയിൽ അത് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ സയ്യിദ് മസൂദിൻ്റെ കാര്യം വരുമ്പോഴും അത് തന്നെയാണ്. ഒരു ടെററിസ്റ്റായി പോകേണ്ടിയിരുന്ന ഒരു പയ്യനെ 13-ാം വയസ്സിൽ അവിടുന്ന് തിരിച്ച് വലിച്ചെടുത്ത് മുമ്പോട്ട് ഖുറേഷി എബ്രഹാമിൻ്റെ ഒരു ജനറലായി മാറുകയും ഒരു വേറൊരു ലീഗിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ ആ സയ്യിദ് മസൂദിൻ്റെ ലൈഫേ ചേഞ്ച് ചെയ്ത ഒരു എമ്പുരാനാണ് ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിലെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഭയങ്കര റെലവൻ്റ് ആണ്. ഇനി ഈ എമ്പുരാൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന തേർഡ് പാർട്ടിൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞുതരാം, അത് കുറച്ചുകൂടി കഴിയട്ടെ, അതും ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഇപ്പം ഇതുവരെ പറഞ്ഞതൊക്കെ ഈ സിനിമയുടെ അകത്തുള്ള കുറേ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി ഈ സിനിമയെ പറ്റി വന്ന നെഗറ്റീവ് കമൻസുകൾ, പൃഥ്വിരാജ് വളരെ മോശമായിട്ടാണ് ഡയറക്റ്റ് ചെയ്തത്, മോഹൻലാലിന് ഒരു സ്പേസ് കൊടുത്തില്ല, മോഹൻലാലിൻ്റെ സിനിമയിൽ എന്തിന് പൃഥ്വിരാജിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിച്ചു, ക്ലൈമാക്സ് ഫൈറ്റിൽ മോഹൻലാലും പൃഥ്വിരാജും കൂടിയുള്ള ഒരു ഫൈറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ, മോഹൻലാലിനെ അങ്ങനെ കാണാനല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്, ഖുറേഷി എബ്രഹാമായിട്ട് പാൻറ് വിട്ട് കോട്ട് വിട്ട് നടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല, ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്, ഹൈപ്പിനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഈ ഹൈപ്പ് ആരാണ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇന്നത് വരണം എന്ന് കരുതിയതാരാണ്? ഇതെല്ലാം നമ്മളാണ് കരുതിയത്. ഈ സിനിമയിൽ നമ്മുടെ ഡോൺലി വരണം എന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ താരം വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഡോൺലി വരണം, അല്ലെങ്കിൽ അമീർ ഖാൻ വരണം, ഷാറുഖ് ഖാൻ വരണമെന്നൊക്കെ ആഗ്രഹിച്ചത്, മമ്മൂക്ക വരണമെന്നൊക്കെ ആഗ്രഹിച്ചത് നമ്മളാണ്. ഓരോ കോൺസ്പിറസി തിയറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വിട്ടതും നമ്മൾ തന്നെയാണ്. ഇതങ്ങനെയായിരിക്കും, ഇതിങ്ങനെയായിരിക്കും, ഇതങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്റ്റേഷൻ വളർത്തിയെടുത്തതും നമ്മൾ തന്നെയാണ്. സോ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ തെറ്റാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ കിട്ടണം എന്ന് വാശി പിടിച്ചിട്ടും കാര്യമില്ല. അപ്പം സിനിമ എന്താണോ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ക്ലീനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ഓരോ ഇൻ്റർവ്യൂസും എടുത്ത് ക്ലീനായിട്ട് വാച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ളൊരു കമൻസ് പറയില്ല. You are not going to see Mohanlal wind up his mundu and beat up people in a closed down factory.
that is not what I'm making. So yeah, let's see. ഇന്ന് വരെ മലയാള സിനിമയിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത കുറേ ധൈര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അത് ക്ലീൻ ആയിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. തുടർന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മോഹൻലാലിനെ മുണ്ടെടുത്ത് ഒരു ഫാക്ടറി, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിലില്ല. എന്നിട്ടും ഒരു ജംഗിൾ ഫൈറ്റ് പോലത്തെ ഒരു സാധനം മുണ്ടെടുത്ത് വന്നൊരു സാധനം ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ കണ്ടത് തന്നെ കാണാനായിരുന്നെങ്കിൽ പിന്നെ സെക്കൻഡ് ഇറക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ. ഇത് ഈ സിനിമയുടെ അടുത്ത ലീഗിലേക്ക് കിടക്കുകയാണ്. ഈ സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതാദ്യം മനസ്സിലാക്കുക. വീണ്ടും മോഹൻലാൽ മുണ്ടെടുത്ത് തന്നെ വരണം, മുണ്ടെടുത്താൽ മാത്രമേ രസമുള്ളൂ, മീശ പിരിച്ചാൽ മാത്രമേ രസമുള്ളൂ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ലോകം ചുരുങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ ഡീലിങ്സിനെ പറ്റിയും ഇൻ്റർനാഷണൽ ഗ്യാങ് വാറിനെ പറ്റിയൊക്കെയാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടെല്ലാം മലയാളം സംസാരിപ്പിച്ച കാര്യം നല്ലതാവുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഇൻഡസ്ട്രി വലുതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പുതിയ അറ്റംപ്റ്റ് കാണുമ്പോൾ നമ്മൾ അതിനെ സമ്മതിച്ച് കൊടുക്കാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. മറ്റുള്ള ഇൻഡസ്ട്രികളൊക്കെ വളർന്നു പോകുന്നതിൻ്റെ ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണ്. തമിഴിലൊക്കെ സയൻസ് ഫിക്ഷനും ടൈം ട്രാവലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്ന് വരെ നമുക്ക് അതുപോലത്തെ ഒരു സയൻസ് ഫിക്ഷനോ ടൈം ട്രാവലോ പോലത്തെ ഒരു സിനിമകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. പുതിയൊരു കാര്യത്തിന് അംഗീകരിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രിയും വലുതാവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇന്ന് വരെ മലയാളത്തിൽ കാണാത്ത വിഷ്വൽസും കാര്യങ്ങളും ഒരു ഗ്രാൻഡിയർ ഫീലും കാര്യങ്ങളും ഒക്കെ ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു ടച്ചിലുള്ള സാധനം തന്നെ എടുത്ത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അച്ചീവ്മെൻറ്റ് തന്നെയാണ്, അല്ലാതെ അതിനൊന്നും പറയാനില്ല. എന്നിട്ട് ഈ പടം മോശമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ കഥയിൽ മോഹൻലാലിനെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്നുള്ളത്, ഇതിവർ ഓൾറെഡി ലൂസിഫർ ഇറങ്ങിയതിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞു ഇതൊരു 3 പാർട്ട് സിനിമയാണ്, സെക്കൻഡുണ്ട് തേർഡുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് ലൂസിഫറിലെ കാണിച്ചിട്ടുള്ളത് സയ്യാദ് മസൂദും ഖുറേഷി എബ്രാഹിമുമാണ്. അപ്പോൾ ഈ ഖുറേഷി എബ്രാഹിമിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഇതിനകത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ, അപ്പം ഇതിനകത്ത് ഇത് കാണിക്കാനാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ ഈ ഇത് കഴിയുമ്പോഴേക്കും എമ്പുരാൻ തീരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും അപ്പം ഈ സയ്യാദ് മസൂദിൻ്റെ കഥ എന്താ, സയ്യാദ് മസൂദ് ആരാ, എവിടുന്ന് വന്നു എന്നുള്ളൊരു ചോദ്യം ഉയരും. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇപ്പോൾ തീർത്ത് വെച്ചത്. ഇതിൻ്റെ തേർഡ് പാർട്ടിലാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പഞ്ചും ഇല്ലാതായിപ്പോവും. ഇവർ ഈ സിനിമ ഒരിക്കലും ഇത് ലൂസിഫറിൻ്റെ സീക്വലായിട്ട് പോലും കാണണ്ട, ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കണ്ടാൽ മതി എന്ന് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമ്പുരാൻ്റെ അകത്ത് അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെ സയ്യാദ് മസൂദ് ഖുറേഷി എബ്രാഹിം ഗ്യാങ്ങിലേക്ക് വന്നു, ആ സയ്യാദ് മസൂദിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തേർഡ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് ഖുറേഷി എബ്രാഹിമിനെ പറ്റി മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സയ്യാദ് മസൂദിൻ്റെ പാസ്റ്റ് എന്താണ്, എങ്ങനെയാണ് അയാൾ വന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതിന് എന്തിന് സയ്യാദ് മസൂദിൻ്റെ യൂണിവേഴ്സിലേക്ക് വന്നു? ഇത് ഞാൻ പറയുന്നത് ടോപ്പായിട്ട് നിൽക്കുന്ന ഏഷ്യയിലെ ആ ലൂസിഫറിലെ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത് മുട്ടി നിൽക്കാൻ സാധിക്കില്ല, അവർ വൺ ഓഫ് ദ ടോപ്പാണ്. അപ്പോൾ അവരുടെ മുകളിൽ ആരും ഇല്ല. സയ്യാദ് മസൂദും അതുപോലെ തന്നെ ഖുറേഷി എബ്രാഹിം എന്ന് പറയുന്ന ഒരു ടോപ്പ് ആൾക്കാരാണ്. എന്തിനേറെ പറയുന്നത്, ഞാനൊരു സീൻ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. സയ്യാദ് മസൂദിൻ്റെ ഒരു റിവഞ്ച് സ്റ്റോറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റിവഞ്ച് ചെയ്യാനുള്ള ആളെ കിട്ടി, 23 വർഷത്തിന് ശേഷം നിനക്ക് ആ റിവഞ്ച് ചെയ്യാനുള്ള സമയമായി എന്ന് മോഹൻലാൽ സയ്യാദ് മസൂദിനെ വിളിച്ച് പറയുന്ന സമയത്ത് വേണമെങ്കിൽ അവിടുന്ന് കട്ട് ചെയ്ത് നേരെ നമുക്ക് അടുത്തൊരു സീനിലേക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അവിടെ ആ റൈറ്ററും ആ ഒരു ഡയറക്ടറും കാണിച്ചൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ സയ്യാദ് മസൂദ് ഖുറേഷി എബ്രാഹിമിൻ്റെ കയ്യിലേക്ക് വന്നത്, എങ്ങനെ രക്ഷകനായിട്ട് വന്ന് അയാൾ സേഫ് സോണിലേക്ക് വരുന്നത്, സേഫ് ഹാൻഡിലേക്ക് അയാൾ വരുന്നത്, അതുപോലെ തന്നെ സയ്യാദ് മസൂദ് ഒരു കുട്ടിയെ ഒരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നൊരു സീനുമായിട്ട് കാണിച്ച് അതിനൊരു അടുത്തൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു പേരിന് മറ്റൊരർത്ഥം തലം ഉണ്ടാക്കി വെച്ച ഒരു റൈറ്റിങ്ങിലെ ഒരു ആർട്ട് വർക്ക് അവിടെ ആരും കാണാതെ പോകുന്നു എന്നുള്ള ഒരു വലിയൊരു സങ്കടമുണ്ട്. ഇതൊക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സൂപ്പർ മൊമെൻ്റായിട്ട് ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ വന്നൊരു കമൻ്റാണ്, മോഹൻലാലിനെ കൊണ്ട് കുറച്ച് ഡയലോഗ്സേ പറയിച്ചുള്ളൂ, മോഹൻലാലിന് ഡയലോഗ് ഇല്ല. പൃഥ്വിരാജിന് അവിടെ ഡയലോഗ് ഉണ്ടായിരുന്നത്, ഈ പൃഥ്വിരാജാണല്ലോ ഡയറക്ടർ. അപ്പോൾ പൃഥ്വിരാജിന് കുറേ ഡയലോഗ് ഇട്ടിട്ട് മോഹൻലാലിന് ഡയലോഗ് ഉറക്കി വരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് പൃഥ്വിരാജ് കളിച്ചൊരു കളിയാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഒന്ന് കൊച്ചാക്കി എന്നൊക്കെ പറയാം. പൃഥ്വിരാജിനാകനെ ഹോയ് ജായക ബായിജാൻ എന്ന് പറയുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പടത്തിലും ഇല്ല. അതിനേക്കാൾ കൂടുതൽ ഡയലോഗ് എന്തായാലും മോഹൻലാലിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ അവിടെ പറയേണ്ട ആവശ്യമില്ല
സിനിമയുടെ തുടങ്ങി തീരുന്നൊരു സമയം വരെ ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് എല്ലാ സീനിലും ഉണ്ട്. അത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മോഹൻലാൽ വീണ്ടും ലൂസിഫറിലെ പോലെ തന്നെ മുണ്ടെടുത്ത് വരണം, മുണ്ടെടുത്ത് കുറേ ഡയലോഗുകൾ പറയണം. പറഞ്ഞ എത്രയോ ഡയലോഗുകൾ, എത്രയോ ഗംഭീരമായിട്ടുള്ള ഡയലോഗുകളാണ്. അവരുടെ മോഹൻലാലിൻ്റെ ഡയലോഗ് വിടുക. സിനിമ തുടങ്ങി ഒരു 20 മിനിറ്റ് ഒരു ഗുജറാത്തിൽ നടക്കുന്ന ഒരു കലാപവും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ആ സമയത്ത് അവിടെ ഒരു മാസി എന്ന് പറയുന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അപ്പം മാസി പറയുന്നൊരു ഡയലോഗുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കി? ഇവിടെ നടക്കുന്നത് യുദ്ധമല്ല, ഈ കാണുന്നതല്ല നമ്മുടെ ഇന്ത്യ. പൊളിറ്റിക്സും മതവും ഒന്നിച്ചായി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഭ്രാന്തന്മാരായി പോകുമെന്ന് പറയുന്ന എത്ര മനോഹരമായിട്ടൊരു ഡയലോഗ് എൻ്റെ അത് പറയുന്നുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ആ ഒരു സാധനത്തിനെ പിടിച്ചിട്ടാണ് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ തന്നെ പ്രിയദർശിനി രാംദാസിനെ ED അറസ്റ്റ് ചെയ്യാൻ വരുന്നൊരു സീൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ED കേസ് കൊടുത്തിരിക്കുകയാണ് എമ്പുരാനെതിരെ. EDനെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന്. എന്തിനാണ് ഇത്ര പ്രശ്നം? കേന്ദ്ര സർക്കാരിനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ മോദിനെ കളിയാക്കുന്നു എന്ന് പറയുന്നത് എവിടെയും മോദിയുടെ പേരോ അല്ലെങ്കിൽ മോദിനെ കളിയാക്കുന്ന ഡയറക്റ്റ് കാര്യങ്ങളോ പറയുന്നില്ല. ഈ സംഘപരിവാർ രീതിയിലുള്ള പൊളിറ്റിക്സിനെ ഇവിടെ വിമർശിക്കുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന പോലെ തന്നെ അവരെയും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിമർശിച്ചപ്പോൾ മാത്രം ഇത് പ്രശ്നമായി. ഇപ്പോൾ വീണ്ടും റീസെൻസർ ചെയ്യണം, കുറേ സീനുകൾ കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി വിട്ടിരുന്നു, ഒരു പ്രൊപ്പഗണ്ട സിനിമ. അല്ല, കശ്മീർ ഫയൽസ്, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇറങ്ങിയ സമയത്ത് ഇവിടെ വേറെ ആരും പറഞ്ഞില്ല ഇത് റീസെൻസർ ചെയ്യണം എന്നാരും പറഞ്ഞില്ലല്ലോ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ആരും അതിനൊരു നടപടിയൊന്നും എടുത്ത് കണ്ടില്ലല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞത് അതിനെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി, അതിനെ അല്ലാതെ വലിയ തലയെക്കയറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാ യുവമോർച്ചയുടെ ഒരു നേതാവ് പറയുന്നു ഇത് പൃഥ്വിരാജിന് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡീലിങ്സ് ഉണ്ട്, പുള്ളി ഒരു ഇലുമിനാറ്റിയാണ്, പുള്ളിക്ക് വേറെ ഇവിടുന്ന് ഫണ്ടിങ് വരുന്നുണ്ട് എന്നുള്ളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ ഇത് സിനിമയല്ലേ? സിനിമയായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. അതിൻ്റെ ആശയങ്ങൾ നല്ലതാണെങ്കിൽ എടുക്കുക, വേണ്ടെന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക. എത്രയോ സിനിമകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയും കോൺഗ്രസിനെയൊക്കെ കളിയാക്കി എത്രയോ സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് സന്ദേശം പോലുള്ള സിനിമകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അതിന് രോക്ഷാകുലരായിട്ട് ഇവരാരും മിണ്ടാതിരിക്കുന്നോ? എന്തേലും ഉണ്ടോ? ഇല്ല. അതിനെ സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയല്ല ഒരു നിർണയം ഉണ്ടാക്കുന്നത്, ഒരു കാര്യത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലാസ്റ്റ് കാര്യമെന്ന് പറയുന്ന ഒരു ഫൈനൽ തിങ് എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയല്ല. അത് മനസ്സിലാക്കി വെക്കുക. മൂന്നാം ഭാഗത്തിൻ്റെ പേര്, അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാം ഭാഗത്തിലെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന ഒരാളെ പറ്റി, അതുപോലെ തന്നെ കുറച്ച് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. അതുവരെ പീസ് ഔട്ട്.